എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുവാണെങ്കിൽ ഞാനത് ചെയ്യും എന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. എൻ്റെ ഉള്ളിലെ കോൺഫിഡൻസും എൻ്റെ ഉള്ളിലെ ആറ്റിറ്റ്യൂഡാണ് പുള്ളി മെയിൻ നോക്കിയത്. പിന്നെ മെയിൽ അയക്കാനൊക്കെ പറഞ്ഞത് ആൾ ചെക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഒരു മെയിൽ അയക്കുന്നത്, ടൈപ്പിംഗ് സ്പീഡ് എത്രയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ചെക്ക് ചെയ്തത്. ക്വസ്റ്റ്യൻസ് എളുപ്പമാണെങ്കിലും ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്തു, അതായിരുന്നു പുള്ളി ചെക്ക് ചെയ്തത്. അപ്പം സെക്കൻഡ് റൗണ്ട് ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾ എക്സാം പോലെ ആയിരിക്കും ഇടുക, അപ്പോൾ അത് ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പം ഞാൻ ചെന്നപ്പം ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇട്ടത്. അതായത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ പേര് ഐശ്വര്യ, ഞാൻ നാട്ടിൽ പത്തനംതിട്ടയിലാണ്. ഞാനിവിടെ ഷെഫീൽഡ് ഹെൽത്തിലാണ് പഠിച്ചത്, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്. ഇപ്പം പ്ലാനിങ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം ഞാൻ ഓൾറെഡി അവിടെ 1.5 മാസം വെയർ ഹൗസ് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ തന്നെ ഓഫീസിൽ കയറണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇവരിടയ്ക്ക് എന്തെങ്കിലും പൊസിഷൻസ് ഇങ്ങനെ വരുമ്പം ഇവരുടെ വെബ്സൈറ്റിലിടും. അപ്പം ഇവർ 2 രീതിയിലാണ് ജോലി പോസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഇൻറ്റേർണലായിട്ടും ഒന്ന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന രീതി. ഇപ്പം ഇൻറ്റേർണലി ഉള്ള ജോബാണെങ്കിൽ ആ വെയർ ഹൗസിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പല പൊസിഷൻസ് കാണും. ഇപ്പം സപ്ലൈ ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള മാനേജർ പോസ്റ്റ് കാണും, അഡ്മിൻ പോസ്റ്റ് കാണും, കസ്റ്റമർ സർവീസ് പോസ്റ്റ് കാണും. അപ്പം ഇതൊക്കെ ഇവർ, പിന്നെ ടീം ലീഡേഴ്സ് പോസ്റ്റ് ഉണ്ട്, ടീം മാനേജേഴ്സ്, ഇതൊക്കെ പൊസിഷൻസ് ഓപ്പൺ ആകുമ്പോൾ അവരത് വെബ്സൈറ്റിലിടും. അപ്പം എല്ലാം ഒന്നും നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഇവർക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ പ്ലാനിങ് എന്ന് പറഞ്ഞ ഒരു ടീമിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഒരു പൊസിഷൻ വന്നപ്പം ഇവരത് ഇൻറ്റേർണലി ആണ് ഇട്ടത്. അപ്പം വെബ്സൈറ്റിൽ ഇടത്തില്ല, പകരം ഇവർ അതൊരു പോസ്റ്റർ പോലെ ആക്കിയിട്ട് നമുക്ക് അവിടെ കുറേ ബോർഡ്സ് ഉണ്ട്, ആ ബോർഡ്സിൽ സ്റ്റിക്ക് ചെയ്യും. പിന്നെ നമുക്ക് എല്ലാ ഫ്രൈഡേയിലും മാനേജേഴ്സ് വന്നിട്ട് എന്തെങ്കിലും കറൻ്റ്ലി അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് അതിനെപ്പറ്റിയിട്ട് ഒരു മീറ്റിംഗ് നടത്തി അതിനെപ്പറ്റി സംസാരിക്കും. അപ്പം ഈ മീറ്റിങ്ങിലായിരുന്നു ആദ്യമായിട്ട് ഈ മാനേജർ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പം എനിക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നോ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നോ അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഡയറക്റ്റ് ഈ മാനേജർ വെയർ ഹൗസിൽ വന്ന ടൈമിൽ ഞാൻ ആളുടെ അടുത്ത് പോയിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പം ആൾ ഓക്കെ റെസ്യൂമി ഫോർവേഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ ആളുടെ മെയിൽ ഐ ഡി തന്ന് ഞാൻ റെസ്യൂമി അങ്ങനെ അയച്ചു കൊടുത്ത്. അപ്പം ആളത് പ്ലാനിങ് ടീമിലെ മാനേജറിന് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അപ്പം മാനേജർ അത് കണ്ടിട്ട്, എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്തതിൻ്റെ, അപ്പം എക്സ്പീരിയൻസ് കണ്ടിട്ടായിരിക്കണം ആൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പം ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്നില്ല. ഞാൻ വെയർ ഹൗസിൽ അന്ന് പോയി, ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വെയർ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പം എൻ്റെ ടീം മാനേജർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഇതേപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പം ഇന്നാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പം അന്നാണ് ഞാൻ അറിയുന്നത് എനിക്ക് അന്നാണ് ഇൻ്റർവ്യൂ എന്നുള്ളത്. അപ്പം പ്രിപ്പയർ ചെയ്യാൻ പോയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല, അവരെന്താണ് ചോദിക്കാൻ ഒന്നും അറിയില്ല. അപ്പോൾ അന്നൊരു 3 മണിയായപ്പം എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അവിടെ പോയി കഴിഞ്ഞിട്ട് മാനേജർ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പ്ലാനിങ് മാനേജർ തന്നെ ആയിരുന്നു. അപ്പം ആളെ കണ്ടു. ആൾ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കുറച്ച് എക്സൽസിൻ്റെ ഫോമുലാസ് കാണിച്ചു. എന്നിട്ട് ആ ഫോമുലാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആദ്യം പറഞ്ഞു. അപ്പം ഞാൻ നാട്ടിൽ ഡേറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് കോഡിങ് റിലേറ്റഡ് എനിക്കറിയാം, ഞാൻ കോഡ് ചെയ്യുന്ന ആളാണ്. അപ്പം പൈത്തൺ എനിക്ക് അറിയുന്നത് കൊണ്ട് എക്സൽ പൈത്തൺ പോലെ അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് കാണുമ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി കോഡ് എന്താണ്. ഞാൻ കോഡ് എക്സ്പ്ലെയിൻ ചെയ്തു, അവർക്ക് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എന്തിന് ഹയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് എന്തൊക്കെ അറിയാം, ഞാൻ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, നേരത്തെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് എന്തൊക്കെയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, റിലേറ്റഡ് ഈ ഫോമുലാസ് റിലേറ്റഡ് എന്തൊക്കെ ഫോമുലാസ് അറിയാം, എങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. എക്സൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ് ചോദിച്ചത്. എന്നിട്ട് ആൾ പറഞ്ഞു സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആവുകയാണെങ്കിൽ മെയിൽ അയക്കാം എന്ന് പറഞ്ഞു. മിക്കവാറും അത് നാളെ തന്നെ ആയിരിക്കും സെലക്റ്റഡ് ആണെങ്കിൽ. അടുത്ത ദിവസം ഞാൻ വെയർ ഹൗസിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു, സെക്കൻഡ് റൗണ്ടിലേക്ക് എടുത്തിട്ടുണ്ടെന്ന്. അപ്പം സെക്കൻഡ് റൗണ്ട് ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾ എക്സാം പോലെ ആയിരിക്കും ഇടുക, അപ്പോൾ അത് ചെയ്ത് കാണിക്കേണ്ടി വരുമെന്ന്. അപ്പം
എനിക്ക് തോന്നുന്നു ഞാൻ ചെന്നപ്പം ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇട്ടത്. അതായത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സമ്മ് കാണുക, കുറച്ച് നമ്പേഴ്സിൻ്റെ ഇപ്പം കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സമ്മ് ആണ്. അപ്പം എനിക്ക് കൺഫ്യൂഷനായി, ഇത് എന്നെ കളിയാക്കുകയല്ലാണോ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. പിന്നെ എന്താണ് ആൾക്കൊരു മെയിൽ അയക്കുക, ആളുടെ മെയിൽ ഐ ഡി തന്നിട്ട് ഒരു മെയിൽ അയക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായിക്കണമെന്ന് ചോദിച്ചപ്പോൾ ചുമ്മാ എന്തെങ്കിലും പേരയച്ചാൽ മതി എന്നൊക്കെ. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു ഇത് എന്താണ്. അപ്പം സെലക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാം ചെയ്തു, എല്ലാം ആൻസേഴ്സൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് എച്ച് ആർ പോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ ഓപ്പൺ ആയിട്ടാണ് സംസാരിച്ചത്. അപ്പം ആൾക്ക് എനിക്കെന്താ അറിയാം എന്നതിനേക്കാൾ കൂടുതൽ എന്നെ സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ആറ്റിറ്റ്യൂഡാണെന്ന് എന്നോട് പറഞ്ഞു. കാരണം എനിക്കെന്താ അറിയൂ, ഞാനത് അത്രയും പറഞ്ഞു. എനിക്ക് ഇത്രയൊക്കെ അറിയൂ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ അറിയാം. എന്നെ എന്താണ് എടുക്കാനുള്ള റീസൺ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കും, എനിക്ക് ഡേറ്റ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, പഠിക്കാൻ എനിക്കിഷ്ടമാണ്, ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പഠിക്കാൻ വന്നതും. അപ്പം എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് റാൻഡമായിട്ട് വൈ ഷുഡ് ബി ഹയർ നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ നാട്ടിൽ ഇതാണ് വർക്ക് ചെയ്തത്, എനിക്ക് ഇത്രയൊക്കെ അറിയാം, എനിക്ക് ഡേറ്റ റിലേറ്റഡ് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ടാണ് മാസ്റ്റേഴ്സ് എടുക്കാൻ ഇവിടെ വന്നതും, എനിക്കത് പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പം ഇഷ്ടമുള്ള വർക്ക് ചെയ്യാനായിരിക്കുമല്ലോ എല്ലാവരുടെ ആഗ്രഹം, ഞാൻ അതുകൊണ്ടാണ് അപ്ലൈ ചെയ്തത്, ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കും. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അത് പെട്ടെന്ന് പഠിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ റിസൾട്ട് നെക്സ്റ്റ് ഡേ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ വേറെ ഹൗസിൽ ചെന്ന് കഴിഞ്ഞപ്പം അറിഞ്ഞു എനിക്ക് കിട്ടി എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു 10 പേരടുത്ത് എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് കിട്ടിയതിലല്ല, എനിക്ക് 2 ലെവല് ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടിയതായിരുന്നു. അപ്പം ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയെന്നറിഞ്ഞ് മാനേജർ വീണ്ടും എന്നെ കാണാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എനിക്ക് എന്തൊക്കെ അറിയാം എന്നതിനേക്കാൾ കൂടുതൽ ആൾ ചെക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാൻ ഓപ്പണായിട്ടാണ് എല്ലാം പറഞ്ഞത്, എനിക്കിത്ര അറിയുള്ളൂ, എനിക്കിത്ര ചെയ്യാൻ അറിയാം, എനിക്ക് ഇത്ര ഇത് തരുവാണെങ്കിൽ, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുവാണെങ്കിൽ ഞാനത് ചെയ്യും എന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. എൻ്റെ ഉള്ളിലെ കോൺഫിഡൻസും എൻ്റെ ഉള്ളിലെ ആറ്റിറ്റ്യൂഡാണ് പുള്ളി മെയിൻ നോക്കിയത്. പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് ചെയ്യാൻ അറിയാമായിരുന്നു, എനിക്ക് കുറച്ച് ഫോമുലേഴ്സും കാര്യങ്ങളും അറിയാമായിരുന്നു. പിന്നെ മെയിൽ അയക്കാനൊക്കെ പറഞ്ഞത് ആൾ ചെക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഒരു മെയിൽ അയക്കുന്നത്, ടൈപ്പിംഗ് സ്പീഡ് എത്രയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ചെക്ക് ചെയ്ത്. ക്വസ്റ്റ്യൻസ് എളുപ്പമാണെങ്കിലും ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്തു, അതായിരുന്നു പുള്ളി ചെക്ക് ചെയ്തത്. ഞാൻ ആദ്യം ടെമ്പററി ആയിട്ടായിരുന്നു അവർ എടുത്തത്. പക്ഷെ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കാരണം എനിക്കിത് അത്ര ടഫായിട്ട് തോന്നിയില്ല, എനിക്കിത് കുറച്ച് ഈസി ആയിട്ടാണ് തോന്നിയത്. അപ്പം പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കാരണം എനിക്കിപ്പം എന്നെ അവർ പെർമനൻ്റ് ആക്കി, എനിക്ക് കുറച്ചും കൂടെ നല്ല നല്ല ടാസ്ക് തരുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കുന്ന കാരണം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇപ്പം എനിക്ക് പ്ലാനിങ് ഫയലിൽ തന്നെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ അവർ ഫയലുകളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഒരു ഫയൽ മോഡിഫൈ ചെയ്യാനൊക്കെ ഇപ്പം എനിക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പം പ്ലാനിങ്ങിലേക്ക് പതിയെ ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പഠിച്ച രീതിയിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് കുറച്ചും കൂടെ അവിടെ ജോലി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും.